ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% നികുതി ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയിൽ വിവിധ മേഖലകളെയാണ് കാര്യമായി ബാധിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന മേഖലയാണ് സീ ഫുഡ് എക്സ്പോർട്ട്, അതായത് മത്സ്യ കയറ്റുമതി മേഖല. ഈ മേഖലയിലെ പ്രമുഖനായ സീസാഗ എൻ്റർപ്രൈസസിൻ്റെ MD ഇപ്പോൾ MK നവാസ് നമ്മോടൊപ്പം മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. വലിയൊരു തിരിച്ചടിയാണോ ഈ ട്രംപിൻ്റെ തീരുമാനം? തീർച്ചയായിട്ടും ഇന്ത്യയിലൊരു 3 കോടി വരുന്ന എംപ്ലോയ്മെൻറ്റിനെ തന്നെ അത് കറക്റ്റ് ബാധിക്കും. അതുപോലെ തന്നെ ഈ ഞങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സാണ് അമേരിക്കയിലേക്ക് മേജറായിട്ട് പോകുന്നത്. മറ്റുള്ള റോ മെറ്റീരിയൽ പ്രൊഡക്ട്സ് പോകുന്നത് ഏഷ്യയിലെ വേറെ രാജ്യങ്ങളിലേക്കാണ്. അവിടെ 19% 20% ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ അവർ ഇവിടുന്ന് വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയിട്ട് റീപ്രോസസ് ചെയ്ത് കയറ്റും. അത് ബാധിക്കുന്നത് ഇവിടുത്തെ ഫിഷർമാനെയാണ്. അവരുടെ വില കുറയും. പിന്നെ ഈ അക്വാകൾച്ചറാണ് 90% അക്വാകൾച്ചറാണ് ഇവിടുന്ന് പോണത്. അത് മത്സ്യകൃഷി എന്ന് പറയാം. അവരും ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഫാം ഉണ്ടാക്കാനും അവർക്ക് ഭയങ്കര ചിലവാണ്. അതും അവർക്കും ഭയങ്കരമായിട്ട് ബാധിക്കും. കൂടുതലായിട്ടും കയറ്റി അയക്കുന്ന അമേരിക്കയിലേക്കാണ്. ഇത് വാല്യൂ ആഡഡ് കൂടുതൽ പോകുന്ന അമേരിക്കയിലേക്കാണ്. അമേരിക്കൻ മാർക്കറ്റാണ് വാല്യൂ ആഡഡ് നിയന്ത്രിക്കുന്നത്. അമേരിക്കൻ തീരുമാനങ്ങൾ ഇത് പ്രത്യേകിച്ച് 2-3 ഐറ്റംസ്, ഇപ്പോൾ ബനാമി സ്ട്രിംസ്, ബ്ലാക്ക് ടൈഗർ, അങ്ങനെയുള്ള ഐറ്റംസ് വില തീരുമാനിക്കുന്നത് അമേരിക്ക തന്നെയാണ്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പറയുന്ന പോലെ വേറെ രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കയറ്റി അയച്ചുകൂടെന്ന് ചോദിച്ചാൽ അവരും നോക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിൻ്റെ വില കുറയുന്നത് അവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ആ വില തന്നെ തരുള്ളൂ, നമുക്ക് വില കുറച്ചേ തരുള്ളൂ. നമ്മളിപ്പം മറ്റ് വിപണികളിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇപ്പോൾ അമേരിക്കൻ വിപണി മാറി മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ്, ഒരു സമയമാണ് തെളിഞ്ഞു വരുന്നതെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതൊക്കെ എത്ര എളുപ്പമാണ് ഈ പറയുന്നത് പോലെ? തീർച്ചയായിട്ടും എളുപ്പമല്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾ ഇവിടുന്ന് റോ മെറ്റീരിയൽ മേടിച്ച് അവർക്ക് 20% കുറവ് ഡ്യൂട്ടി ഉള്ളൂ. അവർ റീപ്രോസസ് ചെയ്ത് കയറ്റും. അത് ഇവിടുത്തെ ഫിഷർമാനെ ബാധിക്കും. പിന്നെ അക്വാകൾച്ചറിൻ്റെ 90% പ്രൊഡക്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആൾക്കാർ ചോദിക്കുന്നത് ലോക്കൽ മാർക്കറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തുവിടുന്നു. ഇതുപോലുള്ള ചെമ്മീൻ്റെയൊക്കെ 1% 2% ലോക്കൽ മാർക്കറ്റിൽ പോകണുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഫിഷുകളാണ് ലോക്കൽ മാർക്കറ്റിൽ അധികം പോണത്. ഇന്ത്യയിൽ എനിക്കൊണ്ട് 70% ആളുകൾ മത്സ്യം കഴിക്കാത്ത ആൾക്കാരാണ്. ആ 30% തന്നെ ഈ വാല്യൂഡ് വാങ്ങിക്കാൻ കഴിവുള്ള ആളുകൾ വളരെ കുറവാണ്. അത് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ പോലുള്ള സ്ഥലത്താണ് പോകുന്നത്. അത് 2% to 1%. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ബാധിക്കും. ഏതൊക്കെ സംസ്ഥാനങ്ങൾ കൂടുതലായി ബാധിക്കും? കേരളം തീർച്ചയായിട്ടും ബാധിക്കും. കേരളത്തിൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. ബാക്കി എല്ലായിടത്തും ബാധിക്കും. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ നമുക്ക് ഈ സ്റ്റോക്ക് സൂക്ഷിച്ച് വെച്ച് അത് ഈ പ്രശ്നം തീരുന്നത് വരെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം, ഇത് എത്ര നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്നൊരു ഇതില്ല. നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള കപ്പാസിറ്റിയും അതിനുള്ള കോൾഡ് സ്റ്റോറേജ് എല്ലാം എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷേ അത് എത്ര നാൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് തീരുമാനം വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകും. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും സബ്സിഡിയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വേറെ മാർക്കറ്റ് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ അതിന് സമയം വേണ്ടേ. അതിനും കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സബ്സിഡി പോലുള്ള കാര്യം, ബാങ്ക് ഇൻട്രസ്റ്റ് കുറക്കൽ, അങ്ങനെ കാര്യങ്ങൾ വേണം. അതാണ് മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. കാരണം അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു വില നിലവാരമൊക്കെയാണ് ഈ മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരാണ് കൂടുതൽ ഈ ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായി സഹായങ്ങൾ, ഇടപെടൽ ഈ മേഖലയ്ക്ക് വേണം എന്നതാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.